അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധക്കേസ് രാമചന്ദ്രനെയും രവീന്ദ്രനെയും കോടതിയിൽ ഹാജരാക്കി. വായപ്പടിച്ച് റഫീഖ് കസ്റ്റഡിയിലായി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണി പറഞ്ഞത് ഭ്രാന്താണെന്ന് G സുധാകരൻ. MM മണി പ്രത്യേക നിരീക്ഷണത്തിൽ, നടപടികൾ നാളെ. പ്രതികളെ പോലീസ് പീഡിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മഅദിൻ ഹജ്ജ് ക്യാമ്പിന് ഉജ്ജ്വല സമാപനം. 7000-ൽ പരം ഹാജിമാർ പങ്കെടുത്തു. സർക്കാർ സമിതികളിൽ സുന്നി പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം SMA. മുജാഹിദ് ബാലുശ്ശേരിയെ മൗലവി വിഭാഗം സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയുടെ വിവാദ പ്രസ്താവന ഭ്രാന്താണെന്ന് G സുധാകരൻ പറഞ്ഞു. അക്രമരാഷ്ട്രീയം CPMന്റെ നയമല്ല. മണിയുടെ വാക്കുകൾ ഭ്രാന്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. ഒരു ബന്ധവുമില്ല. മണി അവിടെ ഭ്രാന്ത് പറഞ്ഞെന്ന് വിചാരിച്ച് ഞങ്ങളാരും ലിസ്റ്റ് ഉണ്ടാക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വായപ്പടിച്ച് റഫീഖ് പോലീസ് കസ്റ്റഡിയിലായി. ഒളിവിലായിരുന്ന റഫീഖ് കോടതിയിൽ കീഴടങ്ങാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാവുകയായിരുന്നു. കൊലയാളികൾ സഞ്ചരിച്ച ഇന്നോവ കാർ കൊടിസുനിക്ക് കൈമാറിയത് റഫീഖ് എന്ന് കണ്ടെത്തിയിരുന്നു. വിനോദയാത്രയ്ക്ക് വേണ്ടി കാർ വേണമെന്നാണ് സുനി അറിയിച്ചതെന്ന് റഫീഖ് പോലീസിനോട് പറഞ്ഞു. TP വധക്കേസിലെ പ്രതികളായ പടയങ്കണ്ടി രവീന്ദ്രൻ, KC രാമചന്ദ്രൻ എന്നിവരെ വടകര കോടതിയിൽ ഇന്ന് ഹാജരാക്കി. പോലീസ് മർദ്ദിച്ചുവെന്ന് പ്രതികൾ കോടതിയിൽ പരാതിപ്പെട്ടു. അറസ്റ്റിലായ CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം PP രാമകൃഷ്ണന്റെ ജാമ്യാപേക്ഷയും കോടതിയിൽ ഇന്ന് പരിഗണിക്കും. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണിയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം നാളെയുണ്ടാകും. മണിയെ പ്രത്യേകം നിരീക്ഷിക്കാനും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മുഴുവൻ വിവരവും ഇന്ന് തന്നെ ശേഖരിക്കാനും പ്രത്യേക സംഘം തീരുമാനിച്ചു. അതേസമയം 4 കൊലപാതകങ്ങളുടെ കേസ് ഡയറി അന്വേഷണ സംഘത്തിന് ലഭിച്ചു. MM മണിക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയുള്ള 3 കേസുകളുടെയും പീരുമേട് ബാലുവധ കേസിന്റെയും അന്വേഷണം ഒരേ സമയം മുന്നോട്ടു പോകാനാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. പ്രസംഗത്തിൽ മണി പറഞ്ഞ കൊലപാതകങ്ങൾ പുനരന്വേഷിക്കാനായി ഹൈക്കോടതിയിൽ ഹർജി നൽകാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ഈ കേസുകളിൽ ഇരയായവരുടെ ബന്ധുക്കളുടെ മൊഴി ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരവും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സംഘം ശേഖരിക്കും. ഒഞ്ചിയം കേസിലെ പ്രതികളെ പോലീസ് പീഡിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രതികൾ ഇക്കാര്യം അവരുടെ കുടുംബങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കേസിൽ പോലീസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ CPMനെതിരാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. MM മണിയുടെ പ്രസ്താവന പാർട്ടി ലൈൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ അത് നിഷേധിക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റിലായ CPM നേതാക്കളെ 3ാം മുറ പ്രയോഗിച്ച് കുറ്റം സമ്മതിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. കസ്റ്റഡിയിലായവര് പാർട്ടിയുടെ നേതാക്കളല്ല എന്നവർക്ക് പറയാൻ സാധിക്കുന്നില്ല. അവരോട് അവരുടെ ബന്ധുക്കൾ ചോദിക്കുന്ന അവസരത്തിൽ പറയുന്നു, പോലീസ് ഞങ്ങളോട് വളരെ മര്യാദയ്ക്കാണ് പെരുമാറിയത് എന്ന് പറയുന്നു. ഇടുക്കി ജില്ലാ സെക്രട്ടറി MM മണി പറഞ്ഞ കൊലപാതകങ്ങൾക്കു പിന്നിൽ CPM ആണെന്ന് താൻ അക്കാലത്തു തന്നെ പറഞ്ഞിരുന്നു. മണിയുടെ പ്രസ്താവന പാർട്ടി ലൈൻ അല്ലെന്ന് പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് കൊലപാതകങ്ങളിൽ CPMന്റെ പങ്ക് നിഷേധിക്കുന്നില്ലെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. കേസിലെ പ്രതികളെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും ആണ് ഇങ്ങനെയൊക്കെ മൊഴികൾ എടുക്കുന്നതെന്ന് പറയുന്നത്. MM മണി ആര് പേടിപ്പിച്ചിട്ടായി പറഞ്ഞത്? ആരാണ് ഭീഷണിപ്പെടുത്തിയത്? MM മണി അദ്ദേഹം പിന്നെ ഒരു സത്യം തുറന്നു പറയല്ലേ. നെയ്യാറ്റിൻകരയിൽ ഒഞ്ചിയം ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും അന്വേഷണത്തെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഏശില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF വിജയിക്കും, എന്നാൽ ഭൂരിപക്ഷം പ്രവചിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
മന്ത്രിയുടെ അന്വേഷണ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് റവന്യൂ സ്ക്വാഡ് നോക്കി നിൽക്കെ ഭാരതപ്പുഴയിൽ ലോറികൾ ഇറക്കി മണലെടുപ്പ്. മായന്നൂർ പ്ലാക്കൽക്കടവ് തൃശൂർ ജില്ലാ അതിർത്തിയിൽപ്പെട്ടതായതിനാൽ ഒറ്റപ്പാലം തഹസിൽദാർ ഉൾപ്പെട്ട റവന്യൂ സംഘത്തിന് നഗ്നമായ നിയമലംഘനത്തിനെതിരെ നടപടിയെടുക്കാനുമായില്ല. ഭാരതപ്പുഴയിലെ കടവുകളിൽ ലോറികളിറക്കി മണലെടുക്കുന്നത് അറിഞ്ഞാണ് തഹസിൽദാറും സംഘവും പുഴയുടെ ഒറ്റപ്പാലം കടവിലെത്തിയത്. അധികാരപരിധിയിൽ വരാത്ത മേഖലയായിരുന്നതിനാൽ നടപടി എടുക്കാനാകില്ലെന്നത് ഉദ്യോഗസ്ഥരെ കുഴക്കി. ഒടുവിൽ പ്ലാക്കൽക്കരയിലേക്ക് നടന്നു നീങ്ങിയ സംഘം അവിടെയുണ്ടായിരുന്ന തൊഴിലാളികളെ ലോറി സഹിതം കയറ്റിവിട്ടു. ടാപ്പ് ഉപയോഗിച്ച് പുഴയുടെ അതിർത്തി കൂടി നിർണയിച്ച ശേഷമായിരുന്നു മടക്കം. അതേസമയം നിയമം മറികടന്നുള്ള മണലെടുപ്പിനെക്കുറിച്ച് അന്വേഷിക്കുന്ന തൃശൂർ ജില്ലയിലെ റവന്യൂ അധികൃതർ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മണൽക്കടത്ത് തുടരുന്നതായി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. നിയമങ്ങൾ കാറ്റിൽ പറത്തി ലോറികൾ പുഴയിലിറക്കി മണലെടുക്കുന്നത് സംബന്ധിച്ച് ചാനലുകൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ സാഹചര്യത്തിലും അനധികൃത മണലെടുപ്പ് തടയാൻ തൃശൂർ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കാത്തത് നിയമലംഘനത്തിന് ഫലത്തിൽ സഹായമാണ്. 20,000 രൂപയ്ക്ക് ഒരു ബയോഫ്യൂവൽ കാർ. ജൈവ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന ബയോഫ്യൂവൽ കാർ കൂത്താട്ടുകുളം സ്വദേശി കെ രാമനാണ് ഈ ആശയം പ്രാവർത്തികമാക്കിയത്. ഒരു സിലിണ്ടറിൽ നിന്നുള്ള ഇന്ധനം കൊണ്ട് 600 കിലോമീറ്റർ സഞ്ചരിക്കാനാകുമെന്നും രാമൻ അവകാശപ്പെടുന്നു. ഈ കാറിന് ആകെ ചെലവ് 20,000 രൂപയ്ക്ക് താഴെ. പരീക്ഷണാർത്ഥം പഴയ കാർ വാങ്ങി തന്റെ ആശയം സാക്ഷാത്കരിക്കുകയായിരുന്നു കലാധ്യാപകൻ കൂടിയായ രാമൻ. വീട്ടിലെ ഭക്ഷണ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഇന്ധനം ഉപയോഗിച്ചാണ് കാർ ഓടിക്കുന്നത്. അത് പെട്രോളിന്റെ ഇന്ധനം മാറ്റിവെച്ചിട്ട് ആ സ്ഥാനത്ത് മാലിന്യത്തിൽ നിന്നും നിർമ്മിക്കുന്ന ബയോഗ്യാസ്, ഈ ബയോഗ്യാസ് കൊണ്ട് ഓടിക്കാവുന്ന രീതിയിൽ ഈ കാറിനെ സജ്ജമാക്കിയിരിക്കുന്നു. വലിയ ഒരു കംപ്രസറെ ബയോഗ്യാസ് പ്ലാന്റുമായി ഘടിപ്പിക്കും. കംപ്രസർ വാഹനത്തിന്റെ ഗ്യാസ് ടാങ്കുമായി ബന്ധിപ്പിച്ച് ഗ്യാസ് കൺവേർട്ടറിലൂടെ എഞ്ചിനിലേക്ക് ഘടിപ്പിക്കും. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള വാതകത്തെ കംപ്രസർ വലിച്ചെടുത്ത് ഗ്യാസ് ടാങ്കിൽ ശേഖരിച്ച് കൺവേർട്ടറിൽ എത്തിക്കും. ഇതാണ് വാഹനത്തിന്റെ പ്രവർത്തന രീതി. ഇനി സംഘടനാ വാർത്തകൾ. വിശുദ്ധ ഹജ്ജിന്റെ ദർശന പൊരുളുകളും പ്രായോഗിക മാർഗങ്ങളും വിശദീകരിച്ച സംസ്ഥാനതല ഹജ്ജ് ക്യാമ്പ് 7000-ലധികം വരുന്ന ഹാജിമാരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഈ വർഷം ഹജ്ജ് ഉംറ യാത്രക്കൊരുങ്ങുന്നവർക്കായി സ്വലാത്ത് നഗർ മഅദിൻ അക്കാദമിയാണ് മഅദിൻ എജു പാർക്കിൽ ഇന്നലെ ഏകദിന പഠന പരിശീലന കളരി ഒരുക്കിയത്. ഹാജിമാർക്കുള്ള കുത്തിവെപ്പ്, വിമാന ഷെഡ്യൂൾ, യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരോഗ്യപാലനം എന്നീ വിഷയങ്ങളിലെ സംശയ നിവാരണത്തിന് ക്യാമ്പിൽ അവസരവുമുണ്ടായിരുന്നു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഹാജിമാരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. പ്രമുഖ പണ്ഡിതൻ ഇബ്രാഹിം ബാക്കവി മേൽമുറി ക്ലാസ് എടുത്തു. ഹജ്ജ് ഗൈഡ്, തൊവാഫ്, തസ്ബീഹ്, യാത്ര, വഴികാട്ടി എന്നിവകളടങ്ങുന്ന സൗജന്യ ഹജ്ജ് കിറ്റ് ഹാജിമാർക്ക് വിതരണം ചെയ്തു. സമാപന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകി. സയ്യിദ് ഉണ്ണിക്കോയ തങ്ങൾ കരുവമ്പലം പ്രാരംഭ പ്രാർത്ഥന നടത്തി. സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി, ബേപ്പൂർ ഖാദി PT അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്തെ പ്രധാനപ്പെട്ട ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി മാറിയിട്ടും കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്ര പേടിസ്വപ്നമായി മാറിയിരിക്കുകയാണെന്നും ഈ ദുരവസ്ഥക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ക്യാമ്പിൽ അവതരിപ്പിച്ച പ്രമേയം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ പണ്ഡിതർക്കായി മാസാന്തം കരുവന്തിരുത്തി മടത്തിൽപ്പാടം ദിക്ർ മജ്ലിസിൽ നടന്നുവരുന്ന ഹികം പണ്ഡിത ദർസിന്റെ 5ാം വാർഷികം നാളെ നടക്കും. ഇതോടൊപ്പം താജുൽ ഉലമയുടെ വീടിനരികെ സ്ഥാപിച്ച ബുഖാരി മസ്ജിദ് ഉദ്ഘാടനവും നടക്കും. ഉള്ളാട്ടങ്ങൾക്കു പുറമെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പരിപാടിക്ക് നേതൃത്വം നൽകും.
മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും. 5 വർഷമായി ഇവിടെ നടന്നുവരുന്ന താജുൽ ഉലമയുടെ ദർസിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പണ്ഡിതന്മാർ സംബന്ധിക്കുന്നു. കേരള യാത്രയുടെ GC, PC, EC സംയുക്ത യോഗം വെള്ളിയാഴ്ച ചേരും. മാനവികതയെ ഉണർത്തുന്നു എന്ന തലവാചകത്തിൽ സുന്നി പ്രസ്ഥാന കുടുംബം നടത്തിയ കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സംഘാടക സമിതി, ഗവേണിംഗ് കൌൺസിൽ, പോളിസി കൌൺസിൽ, എക്സിക്യൂട്ടീവ് കൌൺസിൽ എന്നിവയുടെ സമ്പൂർണ്ണ സംയുക്ത യോഗം ജൂൺ 1 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് സമസ്ത സെന്ററിലെ എക്സിക്യൂട്ടീവ് ഹാളിൽ ചേരുന്നതാണ്. മുഴുവൻ അംഗങ്ങളും കൃത്യസമയത്ത് സംബന്ധിക്കണമെന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ 97% വിജയം നേടിയ കാരദൂർ മർക്കസ് ഗേൾസ് ഹൈസ്കൂളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ മീൻസ് കം മെറിറ്റ് എഴുത്തു പരീക്ഷയിൽ 4 വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് കൂടി അർഹത നേടി. 24,000 രൂപയാണ് സ്കോളർഷിപ്പ് തുക. മൗലവി വിഭാഗം മുജാഹിദ് നേതാവും പ്രഭാഷകനുമായ മുജാഹിദ് ബാലുശ്ശേരിയെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം ചേർന്ന സംഘടനയുടെ ഉന്നതാധികാര സമിതിയാണ് തീരുമാനമെടുത്തത്. മൗലവി വിഭാഗത്തിലെ തീവ്രവാദ ഗ്രൂപ്പും ജിന്ന്, പിശാജ് അനുകൂലികളുമായ സക്കരിയ സ്വലാഹിയുടെ വലം കൈയാണ് ഇദ്ദേഹം. സ്വലാഹിയെ ഏതാനും മാസം മുമ്പ് മൗലവി ഗ്രൂപ്പ് പുറത്താക്കിയിരുന്നു. മൗലവി വിഭാഗത്തിന്റെ നേതാവായ അബ്ദുൽ ഖാദർ മൗലവിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് പുറത്താക്കൽ നടപടിയുണ്ടായത്. മുസ്ലിം ലീഗിന്റെ പുതിയ മന്ത്രിയായ മഞ്ഞളാംകുഴി അലിക്കെതിരെ ബാലുശ്ശേരി ഈയിടെ കണ്ണൂരിൽ പ്രസംഗിച്ചത് വിവാദമായിരുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് ശക്തമായി രംഗത്ത് വന്നിരുന്നു. സക്കരിയ സ്വലാഹിക്കെതിരെ നടപടി വന്നപ്പോൾ ബാലുശ്ശേരി അല്പം അയഞ്ഞിരുന്നു. സംഘടനയ്ക്ക് വിധേയനാണെന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ടായി. എന്നാൽ ജിന്ന് പിശാജ് വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ പടവെട്ടുന്ന സ്വലാഹിയെ കഴിയൊയ്യാൻ മുജാഹിദ് ബാലുശ്ശേരി ഒരുക്കമല്ല. തെക്കുവ കൊണ്ട് ജീവിക്കാൻ നേതാക്കളുടെ ഉപദേശമൊന്നും വേണ്ട, അള്ളാഹു തന്നെ ജിന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഇദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. ഇത്തരം പ്രസ്താവനകളാണ് നടപടിയിൽ കലാശിക്കാനിടയായത്. എന്നാൽ മറ്റു ചിലർക്കെതിരെയും നടപടിയെടുക്കാൻ ആലോചനയുണ്ടായിരുന്നുവെങ്കിലും തൽക്കാലം അത് മാറ്റിവെക്കുകയായിരുന്നു. സംഘടനയുടെ സമ്മേളനം പ്രഖ്യാപിച്ച സമയത്ത് പ്രശ്നങ്ങൾ പുറത്തെറിയാതിരിക്കാനാണ് നടപടിയെങ്കിലും കൂടുതൽ പ്രശ്ന സങ്കീർണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅവാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. ജനവിരുദ്ധ നിലപാടുകൾ തുടർന്നാൽ UPA സഖ്യം വിടുമെന്ന് DMK അധ്യക്ഷൻ M കരുണാനിധി. ജനകീയ പ്രശ്നങ്ങൾ വേറെ, സഖ്യം വേറെയെന്നും കരുണാനിധി പറഞ്ഞു. ചെന്നൈയിൽ പെട്രോൾ വില വർധനയ്ക്കെതിരായ DMKയുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിന്റെ ഫലം പുറത്തുവന്നതോടെ ഈജിപ്ത് ജനത പ്രതിഷേധവുമായി വീണ്ടും തെരുവിലിറങ്ങി. പ്രക്ഷോഭത്തിലൂടെ പുറത്തിറക്കിയ ഹുസ്നി മുബാറക്കിന്റെ ഭരണകൂടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന അഹമ്മദ് ഷഫീഖിന്റെ ഓഫീസ് ജനങ്ങൾ അഗ്നിക്കിരയാക്കി. ആദ്യഘട്ട പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഷഫീഖ് 2ാം സ്ഥാനത്തെത്തിയതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ആദ്യ 2 സ്ഥാനത്തെത്തിയ മുസ്ലിം ബ്രദർഹുഡിന്റെ മുഹമ്മദ് മുൻസിയും ഷഫീഖും തമ്മിലാണ് 2ാം ഘട്ടത്തിൽ ഏറ്റുമുട്ടുക. തനിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ തെളിയിക്കാൻ ഹസാരെ സംഘത്തിന് പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി. ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് മൻമോഹൻ സിംഗ് വ്യക്തമാക്കി.
കൽക്കരി ബ്ലോക്കുകൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അതേസമയം ആരോപണത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അണ്ണാ സംഘം ആവശ്യപ്പെട്ടു. മ്യാൻമർ സന്ദർശനത്തിനു ശേഷമുള്ള മടക്കയാത്രയ്ക്കിടെ വിമാനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹസാരെ സംഘത്തിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചത്. ഹസാരെ സംഘം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ദൌർഭാഗ്യകരവുമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വസ്തുതകൾ സ്ഥിരീകരിക്കാതെയാണ് ഹസാരെ സംഘം തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ധനമന്ത്രി, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി എന്നീ നിലകളിലുള്ള തന്റെ പൊതുജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആരോപണങ്ങൾ തെളിയിച്ചാൽ തന്റെ നീണ്ട പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും മൻമോഹൻ സിംഗ് ഹസാരെ സംഘത്തെ വെല്ലുവിളിച്ചു. That irresponsible allegations are being made without confirming the facts. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരം മിറ്റ് റോംനിയും ബറാക് ഒബാമയും തമ്മിലാവുമെന്ന് ഉറപ്പായി. ടെക്സാസ് പ്രൈമറിയിൽ വിജയിച്ചുകൊണ്ടാണ് റോംനി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യത ഉറപ്പാക്കിയത്. 2008 ജോൺ മക്കെയിനോട് തോറ്റ റോംനിക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കാനുള്ള അവസരം നഷ്ടമായിരുന്നു. മുൻ മസാച്യുസെറ്റ്സ് ഗവർണറാണ് റോംനി. സ്വർണ വിപണിയിൽ വീണ്ടും ചാഞ്ചാട്ടം. ഇന്നലെ പവന് 120 രൂപ വർധനവുണ്ടായ സ്വർണ വിപണിയിൽ ഇന്ന് 120 രൂപ കുറഞ്ഞു. 21,520 രൂപയാണ് പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2,690 രൂപയായി. ഇന്ന് കേരളത്തിലിറങ്ങിയ പത്രമാധ്യമ റിപ്പോർട്ടുകൾ. TP വധം, ഒരാൾ കൂടി അറസ്റ്റിൽ, ഒരാൾ കസ്റ്റഡിയിൽ എന്ന വാർത്ത മലയാള മനോരമയുടെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്യുന്നു. വടി ഓങ്ങി അടിവോട്ടിനു ശേഷം എന്ന രസകരമായ മെയിൻ ഹെഡിങ്ങിലാണ് ഇന്നത്തെ മലയാള മനോരമ മണിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10 വർഷം മുമ്പത്തെ ജ്വല്ലറി കവർച്ച പ്രതികൾ തടിയന്റെവിട നസീറും സംഘവുമെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മലാപ്പറമ്പ് ബൈപ്പാസ് അപകടം, പരിക്കേറ്റ പെൺകുട്ടിയും മരിച്ചു എന്ന ദുഃഖകരമായ വാർത്തയും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മലാപ്പറമ്പ് അപകടത്തിൽ 2 കുട്ടികൾ ഇന്നലെ മരിച്ച സംഭവം KMIC ന്യൂസ് ടൈം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരാൾ കൂടി അറസ്റ്റിൽ, രാമകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്ന വാർത്ത മാതൃഭൂമിയുടെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്യുന്നു. മണിയുടെ അറസ്റ്റ് വൈകും എന്ന ഒരു വാർത്തയാണ് മെയിൻ ഹെഡിങ്ങിലായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുപ്രവർത്തനം നിർത്താം എന്ന പ്രധാനമന്ത്രിയുടെ റിപ്പോർട്ട് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വലതുവശത്തായി റിപ്പോർട്ട് ചെയ്യുന്നു. ബൈപ്പാസിലെ അപകടം മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തടിയന്റെ വിട നസീറിന്റെ കൂട്ടാളികൾ പിടിയിലായി എന്ന വാർത്തയും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. വിവാദ പ്രസ്താവന, MM മണിയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയേക്കും എന്ന വാർത്തയാണ് സിറാജ് പത്രത്തിന്റെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്യുന്നത്. നടപടിയുണ്ടാകുമെന്ന് പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയതും സിറാജ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പാൻ മസാല നിരോധനം നടപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ് എന്ന വാർത്തയാണ് സിറാജിന്റെ മെയിൻ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത്. പാൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ അഹോരാത്രം പോരാടിയ ഒരു പത്രമാണ് സിറാജ് ദിനപത്രം. പാൻ മസാല നിരോധനം കർശനമായി നടപ്പാക്കുന്നതിന് പ്രത്യേക സ്ക്വാഡിന് രൂപം നൽകുന്നു. പോലീസ്, റവന്യൂ, ഫുഡ് സെക്യൂരിറ്റി വിഭാഗങ്ങളെ യോജിപ്പിച്ചാണ് സ്ക്വാഡ് രൂപവൽക്കരിക്കുന്നത്. ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിന് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാലാണിത്. സംസ്ഥാനത്തൊട്ടാകെ നിരോധനം നടപ്പിൽ വരുത്തുന്നതിന് നിലവിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം പരിമിതമാണ്. 100 ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും 17 നിയുക്ത ഓഫീസർമാരുമാണ് നിലവിൽ വകുപ്പിന് കീഴിലുള്ളത്. ഉദ്യോഗസ്ഥരുടെ കുറവ് പരിഹരിക്കാൻ പോലീസ്, റവന്യൂ വകുപ്പുകളുമായി യോജിച്ച് സ്ക്വാഡ് രൂപവൽക്കരിക്കും. ഈ മാസം 24-നാണ് പാൻ മസാല നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലവിൽ വന്നത്. സിറാജ് റിപ്പോർട്ട് ഇങ്ങനെ തുടരുന്നു.
പിഴയും പ്രോസിക്യൂഷൻ നടപടിയും ഉണ്ടാകുമെന്ന് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. പാൻ മസാല വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയും പ്രോസിക്യൂഷൻ നടപടിയും ഉണ്ടാകുമെന്ന വാർത്തയാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുകയില, നിക്കോട്ടിൻ എന്നിവ അടങ്ങിയ ഗുഡ്ക, പാൻ മസാല എന്നിവ നിരോധിച്ച സാഹചര്യത്തിൽ ഇത്തരം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവ ഏത് പേരിൽ അറിയപ്പെട്ടാലും സംസ്ഥാനത്ത് വിൽപ്പന നടത്താൻ പാടില്ലെന്ന് ഫുഡ് കമ്മീഷണർ. ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും വ്യാപാരികൾ ഇത്തരം വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ചെറുകിട വ്യാപാരികൾ ആണെങ്കിൽ സെക്ഷൻ 69 പ്രകാരം ആദ്യ തവണയെങ്കിൽ 5000 രൂപ വരെ പിഴ ഈടാക്കും. 12 ലക്ഷത്തിനു മുകളിൽ വാർഷിക വിറ്റുവരവുള്ള കച്ചവടക്കാരാണെങ്കിൽ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു ഗൗരവപൂർവമായ വാർത്ത സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കടലിലെ കൊല കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ചെലവ് സഹിതം തള്ളി എന്ന വാർത്തയും സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ താജുൽ ഉലമയുടെ ഹിക്ം ദർസ് 5ാം വാർഷികവും ബുഖാരി മസ്ജിദ് ഉദ്ഘാടനവും എന്ന നാളെ നടക്കുന്ന പ്രോഗ്രാമിന്റെ റിപ്പോർട്ടും സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബെയിലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക.